മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സ്റ്റാലിൻ്റെ അടുത്ത് മനസ്സ് തുറക്കുകയാണ് ബാലചന്ദ്രൻ. നിങ്ങൾ പറഞ്ഞല്ലോ വിഡ്ഢിയെന്ന്. നിർഭാഗ്യവാനായ വിഡ്ഢിയാണ് ഞാൻ. വൈജയുടെ മനസ്സിലുള്ളതും വൈജയുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അന്വേഷിക്കാതെ അവളെ വിവാഹം കഴിച്ച ഒരു വിഡ്ഢിയാണ് ഞാനെന്ന് ബാലചന്ദ്രൻ സ്വയം പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗാധര മേനോനാണെങ്കിൽ ബാലചന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. താൻ അറിയാതെ പറഞ്ഞതാണെന്നും അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല എന്നും പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ അതിനോട് 100% യോജിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാം. നിങ്ങളല്ല ഇതിൽ തെറ്റുകാർ ഗംഗാധര മേനോനും ശിവനും ഒക്കെ തന്നെയാണ് എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ കാര്യങ്ങൾ സ്റ്റാൻലി ബാലചന്ദ്രനോട് ചോദിക്കുന്നു. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ വിവരങ്ങളെക്കുറിച്ച് അറിഞ്ഞതും എങ്ങനെയാണ് വൈജയുടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നിങ്ങൾ 23 വർഷത്തെ ഒരു കഥ പറഞ്ഞില്ലേ, ആ 23 വർഷം മുമ്പ് നിങ്ങൾക്ക് ജനിച്ച ഒരു പെൺകുഞ്ഞില്ലേ, ആ പെൺകുഞ്ഞ് ഇപ്പോഴും ഭൂമിയിലുണ്ട്. ആ പെൺകുഞ്ഞ് എൻ്റെ വീട്ടിലുണ്ട് എന്ന് ബാലചന്ദ്രൻ സ്റ്റാലിനോട് വെളിപ്പെടുത്തുമ്പോൾ സ്റ്റാലിൻ ഞെട്ടിത്തരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ നുണ പറയുന്നതാണ് എന്ന് പറയുമ്പോൾ അവളെ ഞാനും തിരിച്ചറിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. ഒരു വേലക്കാരിയുടെ രൂപത്തിലാണ് അവൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. പിന്നെ അവളോടെല്ലാം ചോദിച്ച് ഞാൻ തിരിച്ചറിയുകയായിരുന്നു സത്യം എന്ന് പറയുന്നു. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, മകളെ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ